എൻ്റെ കൊച്ചുമോന് 23-ാം തീയതി 2-3 മണിക്ക് ശേഷം ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് വണ്ടി ഇടിച്ചതല്ല, കട്ടറിൽ ചെന്ന് വീണതാണ്. അപ്പോൾ അന്നേരം കണ്ണു കൂട്ടിയത് 7-8 ദിവസം വരെ അവൻ ICUലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ കഴിഞ്ഞ മാസം IMSൽ പിന്നെ ഇതുപോലെ ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം വന്നെങ്കിൽ അച്ഛനെ കണ്ടിട്ടില്ല. അന്ന് വന്നപ്പോൾ അച്ഛൻ എല്ലാവരെയും തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും നിന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ കൊച്ചുമോന് ഇച്ചിരി കൂടുതലാണ്, കിടക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ആരാധന സമയം അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഒരു ആക്സിഡൻറ്റ് പറ്റിയ മകനെ തലച്ചോറ് ഈശോ കൈവച്ച് സ്പർശിക്കുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടങ്ങിയില്ല. അപ്പം എൻ്റെ കൂടെ വന്ന കൊച്ചെൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുടെ മോനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവന് സുഖം കിട്ടും. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാലും ഞാനത് വലുതായിട്ടൊന്നും കാര്യമാക്കില്ല. അത് കഴിഞ്ഞ് ഞാൻ പോയി ആശുപത്രിയിൽ ചെന്നപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ കണ്ണ് തുറന്ന് നല്ല രീതിയിൽ പിന്നെ ആഹാരം കഴിക്കാൻ തുടങ്ങി, നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ മാസം അവനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു. യേശുവേ ശോസ്ത്ര, യേശുവേ നന്ദി, ഞങ്ങൾക്ക് ഇത്രയും വലിയ കാര്യം അമ്മ ചെയ്തു തന്ന ആ വലിയ കാര്യത്തിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും ഇനി അവന് പൂർണ്ണ സൗഖ്യവും പരിശുദ്ധാത്മാവും നിറഞ്ഞ് അവന് ഈശോയെ കൂടുതൽ അറിയുവാനുള്ള കൃപയിൽ കൊടുത്ത് അവനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. IMS അമ്മച്ചിയുടെ പ്രയാസം നാം കേട്ടു. മകന് പറ്റിയ ആക്സിഡൻറ്റിനെ കുറിച്ചും നാം കേട്ടു. കൊച്ചുമകന് പറ്റിയ ആക്സിഡൻറ്റും നാം അതിൽ സംഭവിച്ച അവസ്ഥകളെക്കുറിച്ചും നാം അറിഞ്ഞു. ഇവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു അമ്മച്ചിക്കും, എന്നിട്ടും പൂർണ്ണമായ വിശ്വാസമൊന്നും വന്നില്ല. 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ കർത്താവ് ഒരാൾ വന്ന് നന്ദി പറഞ്ഞു, ബാക്കി എവിടെ എന്നാണ് ചോദിച്ചത്. പൂർണ്ണമായ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തു നിന്ന മകൾക്ക് അമ്മച്ചിയുടെ മകനാണ് സൗഖ്യം കിട്ടിയിരിക്കുന്നത് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. അമ്മച്ചി അപ്പോഴും ഒരു ചെറിയ ചഞ്ചലിപ്പോടെ ഇവിടെ നിന്നു. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സൗഖ്യം ലഭിച്ചതായി അറിഞ്ഞു. ഇപ്പോൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നന്ദി പറയുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 15:26 പറയുന്നുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എന്തിന് നാം മറ്റുള്ളവരെ ആശ്രയിക്കുന്നു? നമ്മുടെ സത്യദൈവമുണ്ടല്ലോ, എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് തിരുവചനത്തിലുണ്ട്. ഈ വാക്കുകളുടെ അല്ലെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ രോഗാവസ്ഥയിലായിരിക്കുന്ന, അപകടങ്ങളിൽപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. രോഗപീഡയാൽ വേദനിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവ് എന്നെയും നിങ്ങളെയും സൗഖ്യപ്പെടുത്തും, സുഖപ്പെടുത്തുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്നും നന്ദിയുള്ളവരായിരുന്നു കൊണ്ടും ദൈവത്തെ സ്തുതിക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഒന്ന് ചേർന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി.